അള്ളാഹുവിന്റെ മലക്കുകൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ പട്ടിണി, നമ്മുടെ പ്രയാസം, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി, നമ്മുടെ ദറജകൾ വർദ്ധിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി, നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ വേണ്ടി ഒക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു 8 സന്ദർഭം പറയാണ്. വളരെ പെട്ടെന്ന് കൃത്യമായി വളരെ വ്യക്തമായി നമ്മൾ പറയുകയാണ്, പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ പ്രയോജനകരമായ ഒരു അറിവാണ്. മുഴുവനായും കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം, സമാധാനം, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, 8 സ്ഥലങ്ങൾ. ആ 8 സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 8 വിഷയങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ, ഇസ്മത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച, പാപസുരക്ഷിതത്വം അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 8 വിഷയങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്. അതിനു മുമ്പ് ഇന്ന് നമുക്കറിയാം റജബ് 6 ആണ്. എന്താണ് റജബ് 6ന്റെ പ്രത്യേകത? അന്ത സുൽത്താനുൽ ഹിന്ദ്, താങ്കൾ ഇന്ത്യയുടെ രാജാവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച് പറഞ്ഞയച്ച ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ ആണ്ട് ദിനമാണ് റജബ് 6. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഇന്നത്തെ ദിവസം ഫാത്തിഹ ജികരിപ്പിക്കണം, യാസീൻ ഓതണം, മൗലിദ് ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവിടുത്തെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഹദ്റത്തിലേക്ക്, മുത്തുനബി തങ്ങളുടെ ഹദ്റത്തിലേക്ക്, മറ്റ് എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന 1ാമത്തെ സമയം എന്നുള്ളത് നമസ്കാരത്തിന്റെ 1ാമത്തെ സുഫിൽ നാം ഇരിക്കുമ്പോഴാണ്. നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ സൊഫ് കിട്ടിയിരിക്കും. വീടുകളിൽ ജമാഅത്തായിട്ട് സ്ത്രീകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിലും 1ാം സഫ്, 2ാം സഫ്, 3ാം സഫ് അങ്ങനെ ഉണ്ടാവില്ല. അതിനുള്ള ആളുകൾ ഉണ്ടാവില്ലല്ലോ. പള്ളിയിൽ 1ാമത്തെ സുഫിൽ നീ ഇരുന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്ക് മടിയാണ്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ പല കുട്ടികളും, പ്രത്യേകിച്ച് ജുമാക്കൊക്കെ പള്ളിയുടെ മുകളിൽ കയറിയിരുന്ന് സംസാരിക്കുകയാണ്. ഉപദേശിച്ചു കൊടുക്കണം. 1ാമത്തെ സുഫിൽ അവർ ഇരുന്ന് ശീലിക്കട്ടെ. അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. 2ാമത്തെ സമയം നമസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ്. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമസ്കാരക്കുപ്പായമിട്ട് നമസ്കരിച്ച് ആ നമസ്കാരപ്പായി വെറുതെ ഇരുന്നാ മതി. തസ്ബീഹ് പോലും ചെല്ലണ്ട, വെറുതെ അവിടെ തന്നെ കുറച്ചേരം ഇരുന്ന. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കൂല, വലിയ പ്രയാസമാണ്. നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മിസ് കോൾ വരും, അല്ലെങ്കിൽ മെസ്സേജ് വരും, നമ്മൾ വേറെ ഷൂരിലേക്ക് നീങ്ങിപ്പോകും. അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 3ാമത്തെ ഒരു സന്ദർഭം, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ. ഇന്ന് രോഗസന്ദർശനമുണ്ടോ? കോവിഡിന് ശേഷം രോഗസന്ദർശനം എല്ലാവരും മറന്നുപോയി എന്നാ തോന്നുന്നത്. രോഗികളെ സന്ദർശിക്കുമ്പോൾ ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്നാണ് രോഗിയോട് പറയേണ്ടത്. ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന രോഗിയെ കാണുമ്പോൾ പറയേണ്ടത്.
ലാഭവസ്ഥ വിഷമിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. തൊഹൂറ്, അള്ളാഹു നിനക്ക് തൊഹൂറ് തരും. എന്താ തൊഹൂറ്? മുക്തി. എന്തിൽ നിന്ന് മുക്തി തരും? ഒന്നിരിക്കൽ അള്ളാഹു നിനക്ക് രോഗത്തിൽ നിന്ന് മുക്തി തരും, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന്. ഈ രോഗത്തോടെ നീ മരിക്കുകയാണെങ്കിൽ നിന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. പാപം പുറക്കാനായിരിക്കും, വിഷമിക്കേണ്ട എന്ന് പറയുക അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പൊ രോഗിയെ സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മാലാകമാർ ആ സമയമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാ, ഈ മനുഷ്യനെ നീ നന്നാക്കണേ അല്ലാ, ഈ മനുഷ്യന് നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ ദോഷം നീ മാറ്റി കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ പരീക്ഷണം നീ മാറ്റി കൊടുക്കണേ അല്ല. ഇങ്ങനെ എന്തൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തട്ടുമോ? ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു സന്ദർഭം നമ്മുടെ സഹോദരനെ സന്ദർശിക്കാൻ പോയാലാണ്. മുസ്ലിമായ സഹോദരനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മനോഹരമായ ഉന്നതമായ പ്രതിഫലം അള്ളാഹു നൽകുന്നൊരു വിഭാഗമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യഗ്ബിതുഹുമുൽ അംബിയാ വശുഹദാ, ആ പ്രതിഫലം കണ്ട് അംബിയാക്കളും ശുഹദാക്കളും അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയുള്ള പ്രതിഫലം. കാരണം അമ്പിയാക്കൾ ആയതിന്റെ പേരിൽ ആ പ്രതിഫലം അള്ളാഹു കൊടുക്കണില്ല. ശുഹദാക്കൾ പടപൊരുതി മരിച്ചതിന്റെ പേരിൽ കൊടുക്കുന്നില്ല. അവരിലും ഈ സ്വഭാവ ഗുണം ഉണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കും. അപ്പൊ അമ്പിയാക്കളായതുകൊണ്ടോ ശുഹദാക്കളായതുകൊണ്ടോ അള്ളാഹു ആ പ്രതിഫലം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അവര് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന പ്രതിഫലത്തിന്റെ ഉടമകളായി ഒരു വിഭാഗം കടന്നു വരും. ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച മുസ്ലിമീങ്ങൾ. ഇപ്പൊ തന്റെ മുസ്ലിമായ സഹോദരനടക്കൊക്കെ സന്ദർശിക്കണം. അങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും പോകണം. പരസ്പരം സൗഹൃദം പങ്കിടണം, സന്തോഷം പങ്കിടണം. അൽഹംദുലില്ലാഹ്, ആ സമയത്തൊക്കെ അള്ളാഹുവിന്റെ മാലാകമാര് ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അഞ്ചാമത്തെ സന്ദർഭം, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ. നമ്മൾ മറ്റൊരാൾക്ക് ദുആ ചെയ്യാറുണ്ടോ? നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ നമ്മുടെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ ഇടങ്ങറ്, എൻ്റെ രോഗം. അല്ലാഹുവേ, എൻ്റെ സഹോദരൻ ഇന്നലെ എന്നോട് പറയുകയാണ്, അവന് രോഗമാണ്, പ്രയാസമാണ്, അവൻ്റെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നമ്മൾ ദുആ ചെയ്യാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ദുആ വലിയൊരു ആരാധനയാണ്, വലിയൊരു ഇബാദത്താണ്. നിരന്തരം ദുആ ചെയ്യണം. നമ്മുടെ കാര്യം പറഞ്ഞു നമ്മൾ മടുത്തെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയും. അപ്പൊ നമ്മുടെ കാര്യം കൂടി അള്ളാഹു ശരിയാക്കി തരും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ സമയം അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. എന്തായിരിക്കും ദുആ ചെയ്യുക? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ദോഷം പൊറുക്കാനും വേണ്ടി ദുആ ചെയ്യും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പറയും, അല്ലാ ഇവനും ഇത് കൊടുക്കണേ അല്ലാ, അവന്റെ രോഗം മാറ്റി കൊടുക്കണേ എന്ന് പറയുമ്പോൾ അല്ലാ ഇവന്റെ രോഗവും മാറ്റി കൊടുക്കണേ അല്ലാ, അവന് സമ്പത്ത് കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം. എനിക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവന് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവാൻ പാടില്ല. ആത്മാർത്ഥത ഇളക്കാൻ റബ്ബിനറിയും. റബ്ബ് നമ്മുടെ ഹൃദയം കാണുന്നവനാണ്, വായിക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നിന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ആറാമത്തെ സന്ദർഭം, മറ്റൊരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന് നന്മ പറയുമ്പോൾ, ഉപദേശിക്കുന്ന ആളുകളെ ന്യൂ ജനറേഷൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, തന്തവൈബ്. അവൻ തന്തവൈബാണ്. കാരണം തന്താരാണ് ഉപദേശിക്കുക എന്നൊരു ധാരണ ന്യൂ ജനറേഷൻ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ലൈസ മിന്നാ മൻ ലം യുവക്കിരിൽ കബീറ വയർഹമിസ് സഗീറ വലം യഅ്മുർ ബിൽ മഅറൂഫി വലം യൻഹ അനിൽ മുൻകർ. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരെ സ്നേഹിക്കാത്തവരും നന്മ കൊണ്ട് കൽപ്പിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഉപദേശം നമ്മുടെ ഒരു അടിസ്ഥാനമാണ്, നമ്മുടെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ നിർവഹിക്കണം. അതിനാര് നമ്മെ തന്തവൈബെന്നോ തള്ളവൈബെന്നോ വിളിക്കട്ടെ. ഒരു പത്രം ഈ അടുത്തൊരു സർവേ നടത്തി. ഏറ്റവും കൂടുതൽ 2024 ഉപയോഗിക്കപ്പെട്ട വാക്ക് ഏതാണ്?
ആ സർവേ കണ്ടെത്തിയ വാക്ക് എന്നുള്ളത് തന്തവൈബ് എന്നുള്ള വാക്കായിരുന്നു. ന്യൂ ജനറേഷൻ വലിയ ആളുകളെ ഉപദേശിക്കുന്നവരെ, കുറച്ച് സീരിയസ് ക്യാരക്ടറുള്ള ആളുകളെ കളിയാക്കി വിളിക്കുന്ന പേരാണ്. അപ്പൊ അങ്ങനെയല്ല, ഉപദേശം നടക്കണം എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. ഉപദേശിക്കുമ്പോൾ, നന്മ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുകയും നന്മ കൽപ്പിക്കുന്നവരെ, നന്മ ഉപദേശിക്കുന്നവരെ കളിയാക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏഴാമത്തെ ഒരു സമയമാണ് ഉളൂഓടുകൂടി കിടന്നുറങ്ങുമ്പോൾ. എപ്പോഴും നമ്മൾ ഉളൂ എടുത്ത് കിടക്കണം. എന്നാൽ നേരം വെളുക്കുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണരുന്നത് വരെ പ്രാർത്ഥിക്കും. ഉളൂ എടുത്ത് കിടക്കുക എന്നാണ് പഠിപ്പിച്ചത്. മുറിയുകയോ മുറിയാതിരിക്കുകയോ ചെയ്യട്ടെ. ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരുമിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ മുറിയാൻ ചാൻസ് കൂടുതലാണ്. പരസ്പരം സ്പർശിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഉളൂ മുറിയട്ടെ, മുറിയാതിരിക്കട്ടെ. ഉളൂ എടുത്ത് കിടപ്പറയിലേക്ക് പോവുക, ഉറങ്ങാൻ കിടക്കുക. ഉളൂ മുറിയട്ടെ, മുറിയാതിരിക്കട്ടെ. ഭാര്യയെ തൊട്ട ഉളൂ മുറിയില്ലേ എന്ന വിഷയത്തിൽ തന്നെ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ മുറിയുകയോ മുറിയാതിരിക്കുകയോ ചെയ്യട്ടെ. ഉളൂ എടുത്ത് കിടന്നാൽ തന്നെ ഉണരുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. ഉളൂ എടുത്ത് ഭാര്യയെ തൊടാതെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി കിടക്കണമെന്നൊന്നുമില്ല. ഭാര്യയെ തൊടലാണ് അവിടെ പുണ്യം, ഭർത്താവിനെ സ്പർശിക്കലാണ് അവിടെ പുണ്യം. അവിടെ പ്രതിഫലം പോകുമെന്ന് വിചാരിച്ചാരും ബേജാറാകണ്ട. ഉളൂ എടുത്ത് കിടക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ ഉറങ്ങിയ ഉളൂ മുറിയില്ലേ? ഉണരുന്നത് വരെ നമുക്ക് ഉളൂ ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിലും ഒരാൾ ഉളൂ എടുത്ത്, ഭാര്യ അല്ലെങ്കിലും ഭർത്താവ് ഇല്ലെങ്കിലും ഒരാൾ ഉളൂ എടുത്ത് ഉറങ്ങിയ അപ്പോൾ ഉളൂ മുറിയും. അപ്പോ ഉളൂ എടുത്ത് കിടക്കുക എന്നുള്ളതാണ്. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉണരുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കുന്നതാണ്. അടുത്ത വിഷയം, എട്ടാമത്തെ വിഷയം, അത്താഴം കഴിക്കുമ്പോൾ. റജബ് മാസമാണ്. സുന്നത്ത് നോമ്പുകൾ നമ്മൾ അധികരിപ്പിക്കാറുണ്ട്. ഇന്നലെ തിങ്കളാഴ്ച നോമ്പെടുത്തവരുണ്ടാവും, വ്യാഴാഴ്ച നോമ്പെടുക്കാനിരിക്കുന്നവരുണ്ടാവും, റജബ് മുഴുവനും നോമ്പെടുക്കുന്നവരുണ്ടാവും, 96 നോമ്പെടുക്കുന്നവരൊക്കെ ഉണ്ടാകും. അൽഹംദുലില്ലാ, സുന്നത്ത് നോമ്പാണെങ്കിലും ഫർദ് നോമ്പാണെങ്കിലും നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിച്ച് ശീലിക്കുക. ആ അത്താഴം അതൊരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇൻഷാ അല്ലാഹ് ഈ 8 സന്ദർഭങ്ങൾ ഓർത്തുവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.